ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിനകത്തൂടെ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പോത്തില്ല എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മറ്റെന്തിനെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ സംസാരിക്കുക. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന മെയ് 4 വൈകുന്നേരം 7:30 ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നിങ്ങളോട്ട് ഈ ഒരു വീഡിയോ എത്തുക. അപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ UDF തൂക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേരളം മൊത്തം UDF സെഞ്ചുറി അടിച്ചപ്പോഴത്തേക്കിന് LDFന് ഇഞ്ചുറി ആയിരിക്കുകയാണ്. കുഴപ്പമില്ല, കാരണം നമ്മുടെ പിണറായി വിജയൻ കാരണം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കട്ടക്ക് പുറത്ത് നിങ്ങൾ വീട്ടിൽ പോയി പറ. എന്താണെങ്കിലും ജനങ്ങൾ പറഞ്ഞു, കാരണവരെ നിങ്ങൾ കുറച്ച് നാൾ വീട്ടിൽ പോയിരിക്കുക. ഇനി കടക്ക് പുറത്തുനിന്നൊക്കെ നിങ്ങളുടെ വീട്ടിലെ കൊച്ചുമക്കളോടും മരുമക്കളോടും ഒക്കെ നിങ്ങൾക്ക് പറയാം കടക്ക് പുറത്തുനിന്ന്. ഇനിയിപ്പോൾ ജനങ്ങളുടെ അടുത്ത് ആ പരിപാടി വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ ആളുകൾ പറയുന്നു കമ്മ്യൂണിസ്റ്റ് തോറ്റു എന്നുള്ളത്. ആക്ച്വലി ഇവിടെ ഏത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഇലക്ഷന് നിന്നെന്നുള്ളത് എനിക്കറിയില്ല. കാര്യം ഞാൻ കണ്ടേക്കുന്ന അവസാനത്തെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഈ ഒരു ഇലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല ഇതിനകത്ത് ആരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സർക്കിളിൽ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കിന് ചിലർ വീണ ജോർജ് അവരെന്തോ ചെയ്യാനാ, ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അവരാണോ ഇതൊക്കെ ചെയ്ത്? ഡോക്ടേഴ്സ് അല്ലേ? പിന്നെ എന്നാത്തിനാണ് ഇവരൊക്കെ അവിടെ നിൽക്കുന്നത്? എന്നിട്ട് അതും പോരാജിട്ട് ഇതാണ് മറ്റേ അഭിനയം. അയ്യോ എൻ്റെ പെടലേക്ക് തല്ലിയേ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നായിരുന്നു നമ്മളത് കേരളത്തിലെ ജനങ്ങളെ മൊത്തം പൊട്ടന്മാരാ. അതുകൊണ്ട് ഞാൻ ഈ ഇലക്ഷനൊക്കെ മുമ്പേ ഉള്ള സമയത്ത് നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ ഇടത്തോട്ട് ചവിട്ടിയാലും വലത്തോട്ട് ചവിട്ടിയാലും ചാണകത്തിൽ ചവിട്ടിരത്തില്ല എന്നൊരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും 3 മണ്ഡലത്തിൽ ചാണകത്തിൽ ചവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരണം. നിങ്ങൾക്ക് ഇതിലും വലുതെന്തോ വരാതിരുന്നതാണ് ഇത് ഇങ്ങനെ അങ്ങ് തീർന്നു എന്നുള്ളത് നിങ്ങളങ്ങ് വിചാരിക്കുക. ഓക്കെ, ഇനിയും അടുത്തൊരു ഇലക്ഷൻ അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിച്ച് ഈ ചാണകച്ചോറ് മാറ്റിയിട്ട് തലച്ചോറ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും അതിനെക്കാട്ടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ നമ്മുടെ വിജയണ്ണൻ തൂക്കി TV-ക്ക് 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടി, 2 വർഷം മുന്നേ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടി 2 വർഷത്തിന് ഇപ്പുറം വന്ന് ആ മനുഷ്യൻ ജയിച്ചടാ. അത് വാട്ട് ഈസ് ഹാപ്പനിങ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും അവിടുത്തെ 2 കക്ഷികൾ 2 ബെഡാ ടീംസും ആണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുകിയിരിക്കുകയാണ്. എപ്പിടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നു പരുന്ത് കാക്ക എന്നൊക്കെ പറഞ്ഞ കുറെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ അവിടക്കിടയിലൊക്കെ തന്നെ. അപ്പൊ ഒരു രീതിയിൽ വിജയണ്ണൻ ജയിക്കൂല എന്നൊക്കെ പറഞ്ഞ് തകർക്കാൻ വേണ്ടി എന്നൊക്കെയാണ് ചെയ്തത്. ജനനായകം പോലും ഇറക്കാനെ കൊണ്ട് അവന്മാര് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതങ്ങോട്ട് പൊളിച്ചു, എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനകത്തിലെ കോയിൻസിഡൻസ് ആണോ എന്താണെന്ന് അറിയത്തില്ല. മെയ് 4 നമ്മുടെ തൃഷയുടെ ബർത്ത്ഡേ. ഓക്കെ, അപ്പം തൃഷ വിജയ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സംഭവ പരിപാടികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനൊരു വീഡിയോ കൊണ്ട് കാണിക്കും. എൻ്റെ പൊന്നടാവേ ഇൻസ്റ്റ തുറന്നാൽ ഫുള്ള് കുറെ TV-ക്ക് ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ കുറെ റീൽസ് ആണ്. അതിലൊരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അല്ല പുഷ്പ, എന്താ ജൂലൈ 24 തന്നെ ഞാൻ CM ആവണമെന്ന് നീ തീരുമാനിച്ചത്? ഇന്നെന്റെ പ്രിയപ്പെട്ട ശ്രീവല്ലി ജനിച്ച ദിവസമാണ്. അപ്പൊ ഉള്ള ജന്മദിനത്തിൽ തന്നെ നിങ്ങൾ CM ആയിക്കോട്ടെ എന്ന് കരുതി. ബർത്ത്ഡേ ഗിഫ്റ്റ് അണ്ണ അറിഞ്ഞു വെച്ച പണ്ടലാണ് സുഹൃത്തുക്കളെ. ഇത് അണ്ണ എന്തായാലും തൂക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വിജയ് ആ ഒരു മനുഷ്യൻ ഇപ്പം പൊളിറ്റിക്സിലോട്ട് കുറെ ആൾക്കാർ ഇറങ്ങുന്നത് ഈ പറയുന്ന രാഷ്ട്രസേവനം ഒന്നും പറഞ്ഞേക്കില്ല, അതൊക്കെ ഇപ്പൊ കോമഡിയാണ്. അങ്ങനെ വന്നേക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും വിജയനെ പോലൊരു വ്യക്തി ഇപ്പം ഏതൊരാൾ വരുമ്പോഴും ഈ പറയുന്ന പോലെ കുറച്ച് പൈസ ഉണ്ടാക്കുക, കുറച്ച് അഴിമതി കാണിക്കുക, പിന്നെ കുറച്ച് ഫെയിം ഉണ്ടാക്കുക, ഇതൊക്കെ വിചാരിച്ചിട്ടാണ് കുറെ ആൾക്കാർ ഈ രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. പക്ഷേ വിജയനെ പോലൊരു വ്യക്തിക്ക് അങ്ങേർക്ക് കിട്ടാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവല് ഈ പറയുന്ന ഫെയിം ഉണ്ട്, അങ്ങേയറ്റത്തെ പൈസയുണ്ട്. പിന്നെ ആ മനുഷ്യന് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എന്താണ് ആ മനുഷ്യൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാര്യം അതിനുവേണ്ടി തന്നെയാണല്ലോ കാര്യം സിനിമക്കകത്തൂടെ ഒക്കെ ഒരു രക്ഷകൻ പരിവേഷത്തിൽ വന്നേക്കുന്ന വിജയ് റിയൽ ലൈഫിലൊരു രക്ഷകനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ രീതിയിൽ മാറുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം പുള്ളിയുടെ കുറെ സ്പീച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് തമിഴ്നാട്ടിൽ പോയി ഒരു വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള തോന്നലുണ്ടാകുന്ന തരത്തിലുള്ള സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാണെങ്കിൽ അത് അടിപൊളിയായിട്ട് വരട്ടെ. പിന്നെ തൃശ്ശയുടെ ബർത്ത്ഡേയുടെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ അന്നാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് UDF-ലോട്ട് വരാം. എൻ്റെ പൊന്നടാവേ, ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ കുറെ കോമഡികൾ കാണാം. ഈ കസേര കളി പറ്റുള്ള നമുക്ക് കാണാൻ പറ്റും. ഇപ്പം വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ കൈ വീശുന്നതിന്റെ പേര് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി വെക്കുന്ന ടീംസാണ് ഇവർ ഇനി പറയുന്നത് എനിക്ക് ആ കസേര വേണം, അത് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കസേരകൾ ഇവർ പിടിച്ചൊരുക്കും സുഹൃത്തുക്കളെ. ഭയങ്കര അടിനാശം വെള്ളപ്പൊക്കം ഈ കസേരയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും.
നമ്മുടെ മാരാർജി എന്തുകൊണ്ടാണ് അവിടുന്ന് എടുത്ത് ഇന്ത്യയിൽ ചാടിയത്? സീറ്റ് കൊടുക്കില്ല, ഇവിടെ ഇത് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അപ്പുറത്തോട്ട് നമ്മുടെ മാരാർജി എടുത്ത് ചാടിയതാണ്. ഓക്കെ, എന്നിട്ട് നിലപാടി സിംഗാണേ മാരാർജിയിലോട്ടൊക്കെ വരാം. മാരാർജി അതിനെക്കാട്ടി വലിയ കോമഡിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്നൊരു LDF ഫാമിലിയിൽ നിന്ന് വന്നേക്കുന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതേ ഞങ്ങൾ തോറ്റു, ഇനി വരുന്ന കാലം ഇനി എത്ര പെൻഷൻ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. മഴവില്ലിൽ നിറമില്ലാത്ത കാലം, എലിച്ചത്താരി കിട്ടുന്ന സ്കൂൾ, കൊല്ലത്തിൽ ഒരു തവണ പെൻഷൻ, സ്കൂളിൽ ബുക്കില്ലാത്ത കാലം, വെളിച്ചമില്ലാത്ത കേരളം, KSRTC നിർത്തലാക്കുന്ന കേരളം, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന UDF. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് LDF ഹാൻഡിൽ നിന്ന് ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഭയങ്കര വിപരീതമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ, അത് ചെയ്യണം. ഓക്കെ, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ചെയ്യാന്നുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്ത്രീകൾക്ക് എല്ലാവർക്കും KSRTCയിൽ സൗജന്യമായിട്ടുള്ള യാത്ര ചെയ്യാം, 3000 രൂപയുടെ പെൻഷൻ, അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടപ്പിലാക്കി ഇല്ലെങ്കിൽ ഉള്ള കാര്യം വരെയല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് പറ്റിക്കരുത്. പിന്നെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം എന്ന് VD സതീഷ് അണ്ണ നിങ്ങൾ പറഞ്ഞാണ്, ഇനി മാറ്റി പറയല്ലേ. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ സ്കോർ ചെയ്തേക്കുന്നത് വേറെ ആരുമല്ല സുഹൃത്തുക്കളെ, മീഡിയാസ് ആണ്. ഞാൻ 2 വീഡിയോസ് കാണിക്കാവേ. ഇവിടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, പിണറായി വിജയൻ, VD സതീശൻ ഇവരുടെ കുറെ ചിരിക്കുന്ന സംഭവമുണ്ട്. ഇനി അതിനെക്കാട്ടി കോമഡി ഇവരുടെ ഡാൻസ് കളിക്കുന്നതാണ്. ഇജ്ജാതി പണ്ണല് പണി വെച്ചേക്കുന്നത് ഇവർ ഡാൻസ് കളിക്കുന്നത്. എന്താണെങ്കിലും ന്യൂസുകാർ ഭയങ്കര രസമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ LDFനെ പറ്റിയിട്ട് വന്നേക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു, നമുക്കതൊന്ന് കാണാം. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. കപ്പിത്താനുണ്ട്. കപ്പിത്താൻ കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആലോചിക്കണമായിരുന്നു ഈ കപ്പൽ മുങ്ങുവന്ന്. വീട്ടിൽ പോയി പറയാൻ പറഞ്ഞപ്പോൾ ആലോചിക്കണം ഈ കപ്പൽ മുങ്ങുവന്ന്. ഓക്കെ, ജനങ്ങളെക്കാൾ മുകളിലല്ല ഇവിടെ ഈ പറയുന്ന മന്ത്രി സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തി. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനെ കൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ വോട്ട് കുത്തി അങ്ങോട്ടേക്ക് വിടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ മണ്ടയ്ക്കും കയറിയിട്ട് ഞാൻ മറ്റേ രാജാവാണെന്നുള്ള രീതിയിൽ പരിപാടികൾ കാണിക്കുമ്പോൾ ആൾക്കാർ പിടിച്ച് താഴെ ഇറക്കും. അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ UDF ആണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ BJP ആര് വെക്കണ്ട, അവറ്റകളൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നത്, പല പശുത്തെടുത്തി പോയി കിടക്കട്ടെ, അത്രേ ഉള്ളൂ. എന്നാണെങ്കിലും 3 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത് തന്നെ കിട്ടണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വല്ലാതെ വാടല്ലേ, തൃത്താല അമേഡിക്കര ബൂത്തിൽ BJPക്ക് ആകെ കിട്ടിയത് 1 വോട്ട്. 1 വോട്ടാ? അതെന്നാ പരിപാടിയാടാ കാണിച്ചത്? 1 വോട്ടാ? സ്വന്തം വീട്ടിൽ നിന്ന് പോലും വോട്ട്, പാർട്ടിയിൽ നിന്ന് പോലും കിട്ടിയില്ലേ വേറെ വോട്ടൊന്നും. അതെന്നാ ഒരു അവസ്ഥയാടാ 1 വോട്ട്, ഒരേ 1 വോട്ട്. ഇതിലും മികച്ച കോമഡി. ഇനി നമുക്ക് നിലപാട് സിംഹത്തിലോട്ട് വരാം. ഒരു വാദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ആരാണെന്നുള്ളത്. പണ്ടൊക്കെ തോറ്റു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ എൻജോയ് ചെയ്ത് 2 കിലോ അരി ഇടിക്കുമായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് മറ്റാരെ കുറിച്ചല്ല, മാരാർജിനെ തന്നെയാണ്. മാരാർജിനെ പറ്റി മാത്രമാണ്, മാരാർജി അല്ലാതെ മറ്റാരുമല്ല സുഹൃത്തുക്കളെ. മാരാർജി ഇട്ടിട്ടുണ്ട് പോസ്റ്റ്, 21,444 വിശ്വാസം നന്ദിയെന്ന്. പക്ഷേ ഇതിലെ വിശ്വാസം തന്നെ ഞാൻ കാണുന്നത് 21,444 മണ്ടന്മാരാ. ഈ മണ്ടരെ വിജയിപ്പിക്കാനെ കൊണ്ട് വോട്ട് കൊടുത്തേക്കുന്ന ഈ 21,444 പേര്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കറണ്ട് പോയതാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ ഇരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു 100 തവണ കറണ്ട് പോയും വന്നും എന്നിട്ട് ലാസ്റ്റ് പ്രാന്ത് പിടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നി UDF അണ്ണന്മാരെ, റിസൾട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങളുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അടുത്ത 5 വർഷം നിങ്ങളാന്നേ, ചതിക്കല്ലേ ഏട്ടാ. അപ്പോൾ നമ്മുടെ ബാക്ക് ടു മാരാർജിയിലോട്ട് വരാം. 21,444 വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് നന്ദി എന്ന് പറഞ്ഞ് നമ്മുടെ മാരാർജി കൊടുത്തേക്കുന്നത്. ഈ 21,444 പേര് വോട്ട് ചെയ്തതിൻ്റെ കണക്കാണോ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു മണ്ടനെ വിജയിപ്പിക്കാനെ കൊണ്ട് ഈ ബാക്കി കുറേ മണ്ടന്മാർ വോട്ട് ചെയ്തു എന്നുള്ളത് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. നാറത്ത് നാട്ടിക്കാൻ കുറച്ച് ടീംസ് ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ മാരാർജിയുടെ പ്രശസ്തമായിട്ടൊരു വചനമുണ്ട്, വത്സ ഇന്നലെ പറഞ്ഞതൊന്നും ഇന്നില്ല, ഇന്ന് പറഞ്ഞതൊന്നും നാളെയില്ല, നാളെ പറയാൻ പോകുന്നതൊന്നും മറ്റന്നാളുമില്ല. എത്ര മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് അല്ലേ നമ്മുടെ മാരാർജിയുടെ. എന്താണെങ്കിലും മാരാർജി എന്താണെങ്കിലും ഇലക്ഷനോടനുബന്ധിച്ച് ആശുപത്രിയിലാണ് മാരാർജി ഇത് ആഘോഷിക്കുന്നത്. നമുക്ക് കാണാം. എല്ലാവരും ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും, റിസൾട്ടൊക്കെ ആഘോഷിക്കും.
ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. നിങ്ങൾ ആശുപത്രിയിൽ വന്ന് കാണണമെന്നുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക്. അപ്പൊ ആഘോഷിക്കേ. ഓ നമുക്ക് എന്തൊരു ആഘോഷം അണ്ണ ഇങ്ങനെ അങ്ങ് തോക്കാൻ പാടുണ്ടായിരുന്നു. അണ്ണ 8 നില പൊട്ടിയില്ല അണ്ണ എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? വിദ്യാഭ്യാസ മന്ത്രി ആവണമെന്ന് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? അതിലോട്ടൊക്കെ നമുക്ക് വരാം. പക്ഷെ ഞങ്ങൾക്ക് സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ണൻ ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ അനാശി ബിക്കിനി ഇട്ടുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ കൂടെ ഓടുന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അണ്ണ അതിന് വേണ്ടിയിട്ടെങ്കിലും ജയിക്കണം. എത്രയോ പെൺകുട്ടികൾ വരെ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അനാശിന്റെ ബിക്കിനി ഇട്ടുള്ള ഓട്ടം കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം അത് കോൺഫിഡൻസ്, അത് നമുക്ക് അറിയാം. അണ്ണനെയൊക്കെ ആരെങ്കിലും ജയിപ്പിക്കുവോ? പിന്നെ കുറെ ആൾക്കാർ കുറെ മണ്ടന്മാര് പോയി വോട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും പേര് മാത്രമേ ബിഗ് ബോസ് കണ്ടുള്ളൂ. കാര്യം അണ്ണൻ പറഞ്ഞത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് 100 ദിവസം കണ്ട ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യുന്നു. പക്ഷെ ഇത്രയും പേരെ കണ്ടുള്ളൂ ബിഗ് ബോസ്. അപ്പം ബിഗ് ബോസിന്റെ TRP റേറ്റിംഗിലൊക്കെ ഇങ്ങനെ കുറെ കുതിച്ചു കയറുന്നൊക്കെ നമ്മളെ പറ്റിച്ചതാ. അത് ഏഷ്യാന്റെ നിങ്ങൾ വല്ലാത്ത പരിപാടിയായിട്ടോ കാണിച്ചു. അത്ര പേര് ബിഗ് ബോസ് കണ്ടുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, രാവിലെ തൊട്ട് ജി ആണെങ്കിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് ജി പിന്നിലാണ്. പക്ഷെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പക്ഷെ ടിവിയുടെ മുന്നിലാന്നേ ഉള്ളൂ. ഇനി ബാക്കി അണ്ണന്റെ ഇലക്ഷൻ സമയത്തെ കുറച്ച് സംഭവ വികാസങ്ങളോടൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൽ നിന്ന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിയോജക മണ്ഡലത്തിൽ ചക്ക മുറിച്ച് UDF പ്രവർത്തകരുടെ ആഘോഷം. സജീന്ദ്രന്റെ നേതൃത്വത്തിലാണ്. 2020 ചിഹ്നമാണ് ചക്ക മുറിഞ്ഞു. അപ്പൊ ചക്ക വെട്ടി ഒരു കറി ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 അടപടലം. ചക്ക എല്ലാം ചീഞ്ഞുപോയി. സാരമില്ല, പോട്ടെ. ചങ്കടമൊന്നും ഇല്ല. എന്നാലും ചെറിയൊരു ബസ്മ അല്ലയോ അണ്ണ ഇവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. എന്താണെങ്കിലും അവിടെ ഉമാ തോമസ് വിജയിച്ചിട്ടുണ്ട്. അണ്ണ മൂഞ്ചി. എന്താണെങ്കിലും അണ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്ക് അത് കേൾക്കാം. ചില ട്രോളുകളൊക്കെ വന്നിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അതൊക്കെ അതിൻ്റെ അടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരാൾ തമാശ രൂപേണ ഇപ്പം നമ്മളോട് ഇങ്ങനെ ചില എന്താ പറയുക ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം, ഏതൊരു വകുപ്പ് കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. അതായത് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വകുപ്പ് എന്ന അർത്ഥത്തിലാണ് അതിനെ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഷോ കാണിക്കാന്നുള്ളൊരു വകുപ്പ് ആഭ്യന്തരമോ മറ്റു വകുപ്പുകളാകുമ്പോൾ ഒരു നാടിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന, വരും തലമുറയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ പറ്റുന്ന 2 വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വിദ്യാഭ്യാസം, 2 ആരോഗ്യമാണ്. കാര്യം വിദ്യാഭ്യാസം ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കും. ഈ 2 വകുപ്പും എത്രത്തോളം നശിക്കുന്നു അത്രത്തോളം നാടിന്റെ ആരോഗ്യം നശിക്കും, അത്രത്തോളം നാടിന്റെ കാഴ്ചപ്പാട് നശിക്കും. അതുകൊണ്ട് ഏത് ഭരണാധികാരി വന്നാലും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട 2 വകുപ്പാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇടക്കിടക്ക് പാർട്ടി മാറുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അടുത്തവണ ഈ പാർട്ടിയിലുണ്ടാവും. അല്ല, അത് നിങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഞാൻ 8 വർഷമായിട്ട് സ്വതന്ത്രനാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു ചാനലിൽ അടുത്ത ചാനലിലേക്ക് പോകണമെന്നില്ല. നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണ്, താങ്കൾക്ക് നിഷ്പക്ഷ അഭിപ്രായമാണ്. അപ്പോൾ താങ്കളുടെ രാവിലത്തെ അഭിപ്രായമായിരിക്കത്തില്ല താങ്കൾ വൈകിട്ട് പറയുന്നത്. താങ്കളുടെ അഭിപ്രായമല്ല, അതുകൊണ്ടാണ് എൻ്റെ കാര്യം. താങ്കൾ ചിലപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയം കോൺഗ്രസ് അനുകൂലമാണെങ്കിൽ താങ്കളുടെ വായിൽ നിന്ന് കോൺഗ്രസ് അനുകൂലമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ താങ്കളെ കുറേ കമ്മ്യൂണിസ്റ്റ് ഒന്ന് ഈത്തോളിയും. ഈവനിങ്ങിൽ താങ്കൾ അത് മാറ്റി ചിലപ്പോൾ BJPക്ക് പറയും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയും. അപ്പോൾ അത് മാറുന്നത് താങ്കൾ ഒരു നിഷ്പക്ഷനായതുകൊണ്ടും താങ്കൾ ഒരു വ്യക്തിയായിട്ട് സ്വതന്ത്ര പൗരനായിട്ട് നിൽക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യമാണ്. അതേസമയം ഒരു പാർട്ടി ചേർന്നാൽ എനിക്കത് താങ്കൾക്ക് അത് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനൊരു സ്വതന്ത്ര പൗരനാണ്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. പല രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലും ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞതിന് ശേഷം പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് സത്യം. ഇപ്പോൾ സ്വതന്ത്രനാണ്. ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. ഞാൻ സ്വന്തമല്ല. അതുകൊണ്ട് അഭിപ്രായം തുടർച്ചയായിട്ട് 2020 തന്നെ ഉണ്ടാവും അടുത്ത തവണ. അത്തരം ചോദ്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. എല്ലാ കാലവും എല്ലായിടത്തും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദിയോട് നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടുണ്ട്. അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് എല്ലാ കാലവും ശരിപക്ഷം നിൽക്കുക, ജനപക്ഷം നിൽക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കും എന്നങ്ങ് ചുരുക്കി പറഞ്ഞ പോലെ നമ്മുടെ മാരാർജി കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഒരു രാഷ്ട്രീയമില്ല, സ്വതന്ത്രനാ. അണ്ണാ ഉള്ളി നിക്കറിടാതെ നടക്കുന്നതിന്റെ പേരല്ല സ്വതന്ത്രന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ഇവിടുന്ന് ഇനി മറുകണ്ട ഇനി അടുത്തിലൂടെ ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, കോൺഗ്രസ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് നേരെ അണ്ണ ഇങ്ങോട്ടേക്ക് ചാടിയതാ. പിന്നെ കുറെ ജിക്കളിയൊക്കെ പോക്കറ്റ് നിറഞ്ഞിട്ടുണ്ട്, കുറെ കോമാളി വേഷം കിട്ടിയെങ്കിൽ എന്താ
അണ്ണന് കുറെ കിട്ടിയില്ലേ. എന്താണെങ്കിലും അണ്ണന് കീശ വീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്തൊരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കിനും എങ്ങോട്ടാണോ ചാടേണ്ടത് അങ്ങോട്ടേക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ടീം ആരും ഇനിയും ആദ്രടി നായരിലോട്ട് വരാം. കഴിഞ്ഞ ദിവസം എന്തോ ഒരു അവക്കാട എന്തോ കുടിക്കുന്നതിൻ്റെ ഒരു പോസ്റ്റാണെന്തോ ഇട്ടേക്കുന്നത്. അതിനകത്തൊരു കമൻറ്റ് വന്നേക്കാണേ, നാളെ നമ്മൾ പൊരിക്കും. എന്തോന്ന് മീൻ പൊരിക്കുന്ന കാര്യമാണോ നിങ്ങൾ പറയണേ, അതോ ചിക്കൻ പൊരിക്കണ കാര്യമാണോ പറയുന്നത്? എന്നാണെങ്കിൽ നല്ല രീതിയിൽ പൊരിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മുടെ അടുത്ത റോബിൻ ജിയിലോട്ട് വരാം. റോബിൻ ജി ഇതുപോലെ ഒരു നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി ഒക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇലക്ഷന് മുന്നേ നമ്മുടെ ജിക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോരുത്. നമ്മൾ നാടിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നാട് നന്നായി കാണണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. ഞാൻ ഈ മണ്ഡലത്തിലെ ആളല്ല, പക്ഷെ ഞാൻ ഈ മണ്ഡലത്തിൽ വന്ന് ഞാൻ ഇനി ഇവിടെ താമസിച്ചാതെ എനിക്ക് ഇനി ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടവഴി ഇന്ററാക്ട് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു മാതൃക മണ്ഡലമാക്കി. ആ മാതൃക എങ്ങനെയാണെന്നറിയാവോ? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ നരേന്ദ്രമോദിജീനെ ഇങ്ങ് കേരളത്തിൽ അവരുടെ മണ്ഡലത്തിൽ കുണ്ടറയിൽ കൊണ്ടുവന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കുണ്ടറയിലെ മണ്ഡലം വിചാരിച്ചേക്കുന്നത് മോദിജി ഇവിടെ വന്ന് കാല് കുത്തി കഴിഞ്ഞാൽ അത് പുണ്യഭൂമിയാവുന്നതാണ് നമ്മുടെ മണ്ഡലമായ ജി വിചാരിച്ചേക്കുന്നത്. പക്ഷേ ജി എന്നാലും നമ്മുടെ മോദിജിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ജയിക്കട്ടായിരുന്നു. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞ് ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ പെട്ടി പാക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ മോദിജി. ഇനിയിപ്പോൾ ആ പെട്ടിയെല്ലാം തിരിച്ച് ഇനി അൺപാക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരത്തില്ലയോ? എന്നാ പരിപാടിയാണ് നിങ്ങൾ കാണിച്ചു ഇനി ഇത് കഴിച്ചിട്ട് ചക്കയാണ് താമരയാണ് ചക്ക ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളെ പിടിയിട്ടില്ലോ. നമുക്കിനി അവരുടെ വീഡിയോസ് ഒന്ന് കാണാം. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 അടപടലം ചക്ക എല്ലാം ചീഞ്ഞു പോയി. എന്താ ഒരു സുഖം ഇത് കേൾക്കുമ്പോ, മനസ്സിന് വല്ലാത്ത കുളിർമയാണ്. പക്ഷെ ആ ഒരു 3 മണ്ഡലം മാത്രം ഓർക്കുമ്പോ ഇനി അടുത്ത കാണാം. താനൂർ ചക്ക ദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കും. ചക്ക തന്നെയല്ലേ മാവില ചക്ക തിന്നാൻ പാടുണ്ടോന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ താമര പോലെയല്ലേ ഇരിക്കുക. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ചക്കയുടെ കാലാണ്. വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തെട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. ഇവർക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി അതെ, നാരാത്തതും ഇനി നാരും. എന്താണെങ്കിലും നാട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ നിങ്ങളെ ചക്ക വെട്ടിയുള്ള പ്രതീക്ഷകളാണ് സുഹൃത്തുക്കളെ. നമുക്ക് കാണാം. എന്താണെങ്കിലും ചക്ക കിട്ട് കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അതിനെക്കാട്ടി വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ PC ജോർജ് വന്നിട്ട് വലിയ കൊണാതിയാരെ അടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ക്രിസ്ത്യാനികൾക്ക് ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് വെച്ചേക്കുന്ന BJP ആണ്. BJP ഉള്ളതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ നിലനിന്ന് പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് PC ജോർജ് വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങേര് മറ്റേ നോർത്തിലൊക്കെ ഈ കഴിഞ്ഞ ക്രിസ്മസിനെ നടന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലെന്നും നമുക്കറിയത്തില്ല. ഇങ്ങേരൊക്കെ കണ്ണടച്ചിട്ടാക്കുന്ന പൊട്ടരാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിൽ അങ്ങേരുടെ വീടിന്റെ മുന്നിൽ വൻ സ്വീകരണമാണ് സുഹൃത്തുക്കളെ. നമുക്ക് കാണാം. അതെന്താണെങ്കിലും അങ്ങോട്ട് ബ്യൂട്ടി ആയിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പൊളിച്ചു, തിമിർത്തു, കലക്കി. അയാൾക്ക് അങ്ങനെ തന്നെ വേണം. എന്തൊക്കെയായിരുന്നു കാരണം നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവരെ തന്തയ്ക്ക് വിളിക്കാനെ കൊണ്ട് നാക്ക് നല്ല രീതിയിൽ തരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്താണെങ്കിലും ഈ കൂട്ടത്തിൽ വളരെ പക്വതയാർന്ന ഒരു കാര്യം പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടേക്കുന്ന രമേശ് പിഷാരടിയാണ്. ബാക്കി തമാശകളൊക്കെ വിടുക. ബട്ട് ഈ ഒരു മനുഷ്യൻ, എനിക്ക് ആര് ജയിച്ചാലും തോറ്റാലും ഈ ഒരു മനുഷ്യൻ ജയിച്ചു കാണുമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മനുഷ്യൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം. പക്ഷേ രാവിലെ ഞാൻ ന്യൂസ് കാണുമ്പോഴത്തേക്കിന് ശോഭാ സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്തു എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും മണ്ടന്മാർ, ഇത്രയും പൊട്ടന്മാരാണോ പാലക്കാട് വരുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയി. പക്ഷെ അല്ല സുഹൃത്തുക്കളെ, അവർക്ക് ബുദ്ധിയുള്ളവരാണ് പാലക്കാടുകാർ. അവരെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ആ നാട് പോലെ തന്നെ അത്രയും പരിശുദ്ധമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് രമേശ് പിഷാരടിനെ അവിടെ ജയിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി ബേസ് അങ്ങനെ ഒരു ഇത് പറയണല്ല. പക്ഷേ ആര് ജയിച്ചാലും തോറ്റാലും BJP ജയിക്കാൻ പാടില്ല. ഈ വർഗീയ വിഷം തുപ്പുന്ന ഇവറ്റുകൾ പൊങ്ങി വരാൻ പാടില്ല. ഈ വിഷപ്പാമ്പുകളെ നമ്മുടെ പത്തി നോക്കി അടിക്കണം. എന്നാലേ ആ 3 മണ്ഡലങ്ങൾ നമുക്ക് രമേശ് പിഷാരടി പറഞ്ഞതിലോട്ട് പോകാം.
മികച്ച വിജയമാണ് പാലക്കാട് എന്ന് മാത്രമല്ല മികച്ച വിജയമാണ് കേരളത്തിൽ എന്ന് തിരുത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. വലിയ സന്തോഷം. പാലക്കാടുള്ള ഓരോ ജനങ്ങളോടും എന്നെ ഈ ഒരു ദൗത്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമ്പോൾ ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച നേതൃത്വത്തിനും പിന്നെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ, ഒപ്പം പ്രവർത്തിച്ച കുറേയധികം ദിവസം ഒപ്പം ഊണും ഉറക്കവും ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച പ്രവർത്തകർ, പിന്നെ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും എല്ലാം പിന്തുണച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള അഹേതമായ നന്ദി പറയാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഹൃദയംഗമമായ നന്ദി എല്ലാവർക്കും. ജനമനസ്സറിയുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളെ വലിയവരായി തന്നെ കാണണം, അവരെ ബഹുമാനിക്കണം. അവരാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഓരോരുത്തരും ഓരോ പൊതുപ്രവർത്തകനും മനസ്സിൽ ഓർക്കണം എന്ന് വിളിച്ചു പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ടോ? ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്തരം ചെയ്തികൾക്കെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇനി ഞാനത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മറുപടി അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയേണ്ടതായിട്ടില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം ജനാധിപത്യ മൂല്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആഘോഷമോ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ട്. നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധമായി വളരെ ശ്രദ്ധയോടെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇതാണെങ്കിലും വളരെ പക്വതയായിട്ടുള്ള ഒരു സംസാരം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. വളരെ അടിപൊളി കാര്യം തന്നെയാണ് ആ ഒരു മനുഷ്യൻ ജയിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ കൂട്ടത്തിൽ ബാക്കി ആര് ജയിച്ചെന്ന് തോറ്റൊന്നും പ്രശ്നമല്ല, പക്ഷേ ആ മനുഷ്യൻ ജയിച്ചത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് ജയിക്കണമെന്ന് തോന്നിയേക്കുന്ന ഒരു വ്യക്തിയും പുള്ളി മാത്രമായിരുന്നു. പിന്നെ ഇനി അടുത്ത 5 വർഷക്കാലത്തേക്ക് നിങ്ങൾ ഈ സീറ്റിന്റെ പേരിലുള്ള അടിയും അടക്കും അടിനാശ വെള്ളപ്പൊക്കെ കാണിച്ചിട്ട് ഒരുമാതിരി കോമാളികളാവില്ലെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാര്യം നമുക്കിവിടെ ഓൾറെഡി കുറച്ച് കോമാളികളുണ്ട്, ചിരി പടർത്താനൊക്കെ ഉണ്ട്. ഇവിടെ BJP നമ്മുടെ പശുത്തൊഴുത്തിലെ ടീംസ് ഉണ്ട്, പശുമ്പ ടീംസ് ഉണ്ട്. അതുകൊണ്ട് അവർ നമ്മളെ ചിരി പടർത്തുന്നതായിരിക്കും. ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പം LDF കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിണറായി വിജയൻ ആവരുത് ലീഡ് ചെയ്യുന്നത്, മുഖ്യമന്ത്രി ആവുന്നത് എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. ആവുന്നെങ്കിൽ മറ്റാരെങ്കിലും, ഇത് ഞാൻ മുമ്പും പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ആവരുന്നുള്ളത്. എന്താണെങ്കിൽ കാരണവരോട് ഇറങ്ങി ഓടിയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയി പറയാൻ പറഞ്ഞില്ല, അനുഭവിക്കണം, അങ്ങനെ തന്നെ കേട്ടണം. ഇനിയിപ്പോൾ UDF 5 വർഷത്തെ കാലത്തേക്ക് നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലം നമ്മൾ LDFനെ വിശ്വസിച്ചിരുന്നു, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാത്രം പറയരുതേ. ആ കൂട്ടത്തിൽ ആ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെയും കണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ തുടക്കത്തിൽ, യഥാർത്ഥ അവസാനമായിട്ട് ഞാൻ ഉണ്ടായിരുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന് ശേഷം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പല പേരുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് കാണിക്കാൻ അവസാനമായിട്ട് ആ ഒരൊറ്റ പേരേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അവരൊരു ഇലക്ഷനൊന്നും മത്സരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.